എല്ലാവർക്കും ട്രാവൽ വൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിൽ അങ്ങിങ്ങായിട്ട് നിരവധി അമ്യൂസ്മെന്റ് പാർക്കുകളും വാട്ടർ തീം പാർക്കുകളും അതേപോലെ തന്നെ അഗ്രികൾച്ചറൽ തീം പാർക്കുകളും ഒക്കെ ഉണ്ട്. എന്നാൽ ഇതിൽ നിന്നൊക്കെ വെറൈറ്റി ആയിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ ഹെൽത്ത് തീം പാർക്കായ ആരോഗ്യ നികേതനത്തിലെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം ഇവിടെ എങ്ങനെ എത്തണമെന്ന് പറയാം. പത്തനംതിട്ട ജില്ലയിലെ പന്തളത്ത് നിന്ന് 2 കിലോമീറ്റർ അകലെയുള്ള കുളനടയിലാണ് ഈ ഹെൽത്ത് പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. കുളനട ജംഗ്ഷനിൽ നിന്ന് വെറും 300 മീറ്റർ നടന്നാൽ ആരോഗ്യ നികേതനത്തിൽ എത്താൻ സാധിക്കും. ഇവിടെ പാർക്ക് എൻട്രി ടൈമിംഗ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ പണി പാളിയെന്നാണ് ആദ്യം ഓർത്തത്. കാരണം ഞാനിവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു 12 മണിയായി. എന്നാൽ ഈ ടൈമിങ്ങിൽ അല്ലെങ്കിലും നമുക്ക് ഈ പാർക്ക് കയറി കാണാവുന്നതാണ്. സ്വന്തം വണ്ടിയിൽ വരുന്നവർക്ക് നല്ലൊരു പാർക്കിംഗ് ഗ്രൗണ്ടും ഒക്കെ ഇവിടെയുണ്ട്. കയറി ചെല്ലുമ്പോൾ തന്നെ ടിക്കറ്റ് കൗണ്ടർ കാണാവുന്നതാണ്. 20 രൂപയാണ് ഈ പാർക്കിൽ കയറുന്നതിനുള്ള എൻട്രി ചാർജ്. പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണ സാധനങ്ങളൊന്നും ഇതിനുള്ളിൽ അനുവദനീയമല്ല എന്ന ബോർഡൊക്കെ ഇവിടെ കാണാവുന്നതാണ്. വൈലോപ്പള്ളിയുടെ കവിതകളുടെ ഗംഭീര തീം കൊണ്ട് ഡിസൈൻ ചെയ്ത ചുവരുകളൊക്കെ ചെല്ലുമ്പോഴേ നമുക്കൊരു വെറൈറ്റി ഫീല് നൽകും. ഇതൊരു ആരോഗ്യ തീം പാർക്കൊക്കെ ആയതുകൊണ്ട് തന്നെ ആരോഗ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഇതുപോലുള്ള ഒരുപാട് ക്യാപ്ഷൻസ് നമുക്ക് പല രീതിയിലും തീമിലും ഒക്കെ ഇവിടെ കാണാവുന്നതാണ്. മോഡേൺ മെഡിസിന്റെ പിതാവായ ഹിപ്പോക്രൈറ്റ്സിന്റെ സ്റ്റാച്ചു ഒക്കെ കയറി ചെല്ലുമ്പോഴേ നമുക്ക് കാണാൻ കഴിയും. ആരോഗ്യരംഗത്തിൽ കേരളം ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ മുൻപന്തിയിലാണെന്ന് സ്ഥാപിക്കുന്ന ബോർഡുകൾ മുതൽ കുളത്തിന്റെ നടുവിലെ ജലകന്യക വരെ ഇവിടുത്തെ ഗംഭീര കാഴ്ചകളാണ്. ഈ കാഴ്ചകളെക്കാൾ ഉപരി ശാന്തമായ അന്തരീക്ഷവും പീസ്ഫുൾനെസ്സും ഒക്കെ ഈ ആരോഗ്യ പാർക്കിൽ നമുക്ക് ശരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ കഴിയും. ആരോഗ്യ പാർക്കിലെ വിവിധ നാൾവഴികളുടെ ഒരു പിക്ചർ ഗാലറിയും ഇവിടെ കാണാൻ കഴിയും. പുരാതന കാലത്തെ തുളസിത്തറയും വെടിവെട്ടവും ഒക്കെ ഈ ഹെൽത്ത് പാർക്കിന് ഒരു നൊസ്റ്റാൾജിക് ആംബിയൻസ് ഒക്കെ നൽകുന്നുണ്ട്. ഈ വെടിവെട്ടത്തിന് മുമ്പിലൊക്കെ ഇരുന്ന് ഫോട്ടോ എടുക്കാനൊക്കെ സാധിക്കും. ഇതൊന്നും ഇതുവരെ കാണാത്ത പുതിയ തലമുറയ്ക്ക് ഇതൊരു ഗംഭീര അനുഭവമാകുമെന്നുള്ള ഒരു ഉറപ്പാണ്. ഈ വെടിവെട്ടത്തോട് ചേർന്ന് ഇതിനൊരു പത്തായപ്പുരയും ഒരുക്കിയിട്ടുണ്ട്. ഇതിന്റെ കാഴ്ചയും കിട്ടില്ലനായിരുന്നു. നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിൽ യോഗയ്ക്കും മെഡിറ്റേഷനും ഒക്കെ വളരെയധികം പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെ ഒരു യോഗ ഹാളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ വൈകുന്നേരം 4 മണിക്ക് ശേഷം മാത്രമേ ഇവിടെ യോഗ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സ്ട്രെസ്സൊക്കെ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ മൈൻഡ് റിലാക്സ് ചെയ്യുന്നതിനും മാനസിക ശാരീരിക ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും യോഗ ബെസ്റ്റാണെന്ന സന്ദേശവും ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. മോഡേൺ മെഡിസിൻ്റെ വളർച്ചയ്ക്കൊപ്പം ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഹാബിറ്റൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ട് രോഗം പ്രതിരോധിക്കാമെന്ന് വിശ്വസിക്കുന്ന ഡോക്ടർ ജി വിജയകുമാറാണ് ആരോഗ്യ നികേതനം എന്ന ഈ ഗംഭീര പാർക്ക് ഡിസൈൻ ചെയ്തത്. പുരാതന കാലത്തെ പെട്ടിക്കടയുടെ സെറ്റപ്പും ഇവിടുത്തെ ഒരു കിടിലൻ കാഴ്ചയാണ്. പഴയ സൈക്കിളും പെട്ടിക്കടയും അരനാഴിക നേരത്തിൻ്റെ പോസ്റ്ററും ഒക്കെ പഴയ കാലത്തേക്ക് കുറച്ച് സമയമെങ്കിലും നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. ഇവിടെ ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു മ്യൂസിയം ഒക്കെ ഉണ്ട്. എന്നാൽ ഇത് 4 മണിക്ക് ശേഷം മാത്രമേ തുറക്കുകയുള്ളൂ. ഇത് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് 4 മണിക്ക് ശേഷം വരാവുന്നതാണ്. ഈ മ്യൂസിയത്തോട് ചേർന്നുള്ള കിണറും കാളവണ്ടിയും ഒക്കെ ഒരു വേറെ ലെവൽ ആംബിയൻസിലേക്ക് പാർക്കിനെ എത്തിക്കുന്നുണ്ട്. 100-ലധികം തരത്തിലുള്ള മരങ്ങളും സസ്യജാലങ്ങളും ഒക്കെയാണ് ഈ ഹെൽത്ത് പാർക്കിന്റെ സ്പെഷ്യാലിറ്റി. പ്രകൃതിയുമായിട്ടുള്ള കണക്ഷൻ മാനസിക സമ്മർദ്ദം കുറയ്ക്കുമെന്നുള്ള ആശയമാണ് പാർക്ക് മുന്നോട്ട് വയ്ക്കുന്നത്. അച്ഛൻ കോവിലാറിന്റെ സൈഡിലാണ് ഈ ഹെൽത്ത് പാർക്ക് ഉള്ളത്. ഈ നദീതീരത്തിന്റെ അടുത്തോട്ട് പ്രവേശനമൊന്നുമില്ല. ഈ നദിയിൽ ചെറിയ ബോട്ടിംഗ് ഒക്കെ നടത്തി ഈ പാർക്കിന്റെ ആക്ടിവിറ്റികൾ കുറച്ചും കൂടി ലൈവ് ആക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ നിർമ്മിച്ച ലാൻഡ് പെയിന്റഡ് ബോർഡിൽ നിന്ന് മോഡൽ ചെയ്തെടുത്ത ഒരു വിന്റേജ് ചെസ് ബോർഡ് ഇവിടെയുണ്ട്. ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് കാഴ്ചയാണത്. ഗംഭീര ഡിസൈനിലുള്ള ഈ ചെസ് ബോർഡ് നോക്കി നമ്മൾ കുറേ സമയം നിന്നു പോകും. അത്രയ്ക്ക് പൊളി കാഴ്ചയാണിത്. ഇന്റലിജൻസും ആരോഗ്യവും ഒക്കെ ഒരേ നാണയത്തിന്റെ 2 വശങ്ങളായതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ചെസ് ബോർഡും ഈ ഹെൽത്ത് പാർക്കിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ ഉയർന്നു വരുന്ന ഡയബറ്റിസ് റേറ്റും പേഴ്സണൽ വെഹിക്കിൾ യൂസും കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ടീമും ഈ പാർക്കിൽ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. വാഹനങ്ങൾ കൂടി വരുന്നതോടെ ഫിസിക്കൽ ആക്ടിവിറ്റിയായ നടപ്പൊക്കെ കുറഞ്ഞു വരുന്ന ഡയബറ്റിസ് റേറ്റ് കൂട്ടുന്നുണ്ട് എന്ന സന്ദേശമൊക്കെ ഒരു കാറിലും ബൈക്കിലും ഒക്കെ ആയിട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഒരു കണക്കിന് പറഞ്ഞാൽ ശരിയാണ്. 100 മീറ്റർ നടക്കണേ പോലും നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് പോകുന്ന ഈ കാലത്ത് ഈ തീമൊക്കെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. കൊച്ചു കുട്ടികൾക്ക് കളിക്കുന്നതിനുള്ള ഒരു ചിൽഡ്രൻസ് പ്ലേ ഏരിയയും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത്ര വലിയ സംഭവമൊന്നുമല്ല, എങ്കിലും കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കുറച്ച് സമയം കളിക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഈ പ്ലേ ഏരിയയിലുണ്ട്. ഊഞ്ഞാലുകളും സ്ലൈഡുകളും സീസോയും ബാസ്കറ്റ് ബോളും ചെറിയ ട്രംബോളിനും ഒക്കെ ഇവിടെ ഈ പ്ലേ ഏരിയയിൽ കൊച്ചു കുട്ടികൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയും. കുട്ടികളുടെ മാനസികാരോഗ്യം വർദ്ധിപ്പിക്കുക എന്ന കൺസെപ്റ്റോടു കൂടിയാണ് ഈ പ്ലേ ഏരിയ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി കളിച്ചു മടുത്തു കഴിഞ്ഞാൽ കുടിക്കാനായിട്ട് നല്ല പ്യൂരിഫൈഡ് വാട്ടർ ഇവിടെ കുടിക്കാൻ കിട്ടും.
ഈ ചിൽഡ്രൻസ് പ്ലേ ഏരിയയുടെ അടുത്തായിട്ട് തന്നെ ഒരു ഔട്ട്ഡോർ ജിമ്മ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സൈക്ലിങ്ങും ടിസ്റ്ററും വാക്കറും ഒക്കെ അടങ്ങിയ ഈ ഔട്ട്ഡോർ ജിം നമുക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇൻഡോർ ജിമ്മുകളെ അപേക്ഷിച്ച് ശുദ്ധവായുവും സൂര്യപ്രകാശവും ഒക്കെ ലഭിക്കുന്ന ഔട്ട്ഡോർ ജിമ്മിലെ വ്യായാമം കൂടുതൽ ഹെൽത്തി ആക്കുമെന്നുള്ളത് ഇതിന്റെ പോസിറ്റീവ് സൈഡ് തന്നെയാണ്. നേച്ചർ ഫ്രണ്ട്ലി ആയി ഈ ജിമ്മും പാർക്കിന്റെ ഒരു മേജർ അട്രാക്ഷൻ തന്നെയാണ്. ഇവിടുത്തെ ഈ വാക്ക് വേയും എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ്. നല്ല പീസ്ഫുള്ളായ ആംബിയൻസിൽ ചെറിയ കാറ്റൊക്കെ കണ്ട് മരങ്ങളുടെ അടിയിൽ കൂടി വെറുതെ നടന്നാൽ കിട്ടുന്ന വൈബ് ഒന്നും വേറെ തന്നെയാണ്. നല്ല ഫ്രഷ് എയർ ആസ്വദിക്കാനും മൈൻഡ് റിലാക്സ് ചെയ്യാനും ഇവിടുത്തെ നടത്തം ബെസ്റ്റ് ചോയ്സ് ആണ്. ഇവിടെ സന്ദർശകർക്കായിട്ട് ആരോഗ്യ നികേതനത്തിന്റെ ഒരു സെൽഫി പോയിന്റ് ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. രാത്രിയാകുമ്പോൾ ഈ ലൈറ്റൊക്കെ കത്തിക്കഴിയുമ്പോൾ വേറെ ലെവൽ സെൽഫി ഒക്കെ ഇവിടുന്ന് എടുക്കാൻ കഴിയുമെന്നാണ് ഇവിടുത്തെ ഒരു സ്റ്റാഫ് പറഞ്ഞത്. ആരോഗ്യകരമായ ഭക്ഷണത്തെക്കുറിച്ചും ഭക്ഷണശീലത്തെക്കുറിച്ചും ഒക്കെ അവബോധം നൽകുന്ന നിരവധി ബോർഡുകൾ അങ്ങിങ്ങായിട്ട് വെച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഒരു പാർക്കിന്റെ ഫീലൊക്കെ നൽകാൻ ഒരുപാട് മൃഗങ്ങളുടെയും അതേപോലെ തന്നെ സിംബോളിക്കായ നിരവധി തീമുകളും പാർക്കിൽ അങ്ങിങ്ങായിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പെറ്റ് ബേഡ്സിന്റെ ഒരു സെക്ഷനും ഈ പാർക്കിന്റെ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. കൂട്ടിലടച്ചിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കതിന്റെ ഭംഗി ക്യാമറയിൽ പകർത്തുന്നതിന് ചെറിയ പരിമിതികളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും കൂടിനുള്ളിൽ ആസ്വദിക്കുന്ന പക്ഷികളുടെ കാഴ്ചയും കിടുക്കനായിരുന്നു. ഈ പക്ഷിക്കൂടിന്റെ അടുത്ത് തന്നെ ചെറിയൊരു ഡയറ്റേറിയം ഒക്കെ ഉണ്ട്. ഇവിടുത്തെ വേറൊരു അട്രാക്ഷൻ ഇത് ഈ വാച്ച് ടവർ ആണ്. ഇതിന്റെ മുകളിൽ കയറി ഫോട്ടോ ഒക്കെ എടുക്കാവുന്നതാണ്. ഈ വാച്ച് ടവറിന്റെ അടിയിലായിട്ട് ചെറിയൊരു ഗുഹാ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഇതിൽ ചെറിയ വാട്ടർഫോൾ ഉണ്ടെന്നൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും ഇവിടെ വെള്ളച്ചാട്ടം ഒന്നും കാണാൻ കഴിഞ്ഞില്ല. ഇനി 4 മണിക്ക് ശേഷം ഈ ആർട്ടിഫിഷ്യൽ വാട്ടർഫോൾ ഉണ്ടോ എന്നും അറിയില്ല. എന്തായാലും ഇവിടെ ഒന്ന് 2 നല്ല ഫോട്ടോ എടുക്കാൻ നല്ല സെറ്റപ്പാണ്. ഇതിന്റെ അടുത്തായിട്ട് തന്നെ ഒരു റീഡിംഗ് ലോഞ്ച് ഒരുക്കിയിട്ടുണ്ട്. ലോഞ്ചിലെ ചെറിയ കസേരയും കുളത്തിനോട് ചേർന്നുള്ള ആംബിയൻസും ഒക്കെ കിടിലനായിരുന്നു. വിവിധ സാഹിത്യകാരന്മാരുടെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഫേമസ് കോട്ടിങ്സും ഈ റീഡിംഗ് ലോഞ്ചിൽ തൂക്കിയിട്ടുണ്ട്. ഗംഭീര കാഴ്ചയായിരുന്നു. പുസ്തകം വായിക്കാൻ അല്ലെങ്കിലും ഇവിടെ എത്തുമ്പോൾ ഈ വൈബ് അറിയാൻ ഈ റീഡിംഗ് ലോഞ്ച് ഒരിക്കലും മിസ് ചെയ്തേക്കരുത്. ഓർഗാനിക് ഫാമിങ്ങിന്റെ ഒരു ഏരിയ ഇവിടെയുണ്ട്. പരിസ്ഥിതിക്കും മനുഷ്യന്റെ ആരോഗ്യത്തിനും ഒരുപോലെ ബെനിഫിഷ്യൽ ആകുമെന്നുള്ള കൺസെപ്റ്റോടു കൂടിയാണ് ഓർഗാനിക് ഫാമിംഗ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. നല്ല പച്ചക്കറി ലഭിക്കുന്നതോടുകൂടി ഹാർട്ട് ഡിസീസും ഡയബറ്റീസും ക്യാൻസറും ഒക്കെ തടയാൻ കഴിയുമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഓർഗാനിക് ഫാമിംഗ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ എല്ലാ ആക്ടിവിറ്റികളും ശരിക്കും എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ വൈകുന്നേരം 4 മണിക്ക് ശേഷം എത്തുന്നതാണ് നല്ലത്. ഇവിടെ റെസിഡൻഷ്യൽ പാക്കേജുകളൊക്കെ ലഭ്യമാണ്. ആരോഗ്യ ക്ലബിൻ്റെയും വ്യായാമശീലങ്ങളുടെയും യോഗയുടെയും ഗ്രൂപ്പ് ചർച്ചകളുടെയും ഒക്കെ വിവിധ സെഷനുകൾ റെസിഡൻഷ്യൽ പാക്കേജുകളിലൊക്കെ ഇൻക്ലൂഡഡ് ആണ്. ലൈഫ് സ്റ്റൈൽ മ്യൂസിയവും 100-ലധികം ഡോക്യുമെൻ്ററീസിൻ്റെ കളക്ഷൻ ഉൾക്കൊള്ളുന്ന മിനി തിയേറ്ററും ഡയറ്റ് കോർണറും വാട്ടർ സ്ക്രീനും എല്ലാം വൈകുന്നേര സമയങ്ങളാണുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് സാധിച്ചില്ല. വൈകുന്നേരങ്ങളിൽ കലാപരിപാടികൾ അവതരിപ്പിക്കാനുള്ള അവസരവും ഇവിടെയുണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു ദിവസം ഫണ്ണടിച്ച് എൻ്റർടൈൻ ചെയ്ത് ചിമിർത്ത് വിളയാടി പോകാൻ ഉദ്ദേശിക്കുന്നവർക്കുള്ള ഒരു കപ്പ് ഓഫ് ടീയേ അല്ലിവിടം. മറിച്ച് ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണം പ്രകൃതിയുമായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു പരീക്ഷണമാണ് ആരോഗ്യ നികേതൻ ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത്. ഈ ശാന്തതയും നൊസ്റ്റാൾജിക് വൈബും ഒക്കെ ആസ്വദിച്ച് വിവിധ തീമുകളിലുള്ള സ്ലോ പേസിലുള്ള എൻ്റർടൈൻമെൻറ്റ് ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.